നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ഇന്ന് ഓർമ്മശക്തിക്കായി നമുക്ക് ഒരു ബാലാപരമേശ്വരി മന്ത്രം ഒന്ന് ജപിച്ചു നോക്കാം. എല്ലാ ബുധനാഴ്ചയും നമുക്ക് ബാലാപരമേശ്വരി മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച തുടങ്ങി 18 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും ബാലാപരമേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ അമ്മയുടെ രൂപം ധ്യാനിച്ചുകൊണ്ട് ഓം ഐം ക്ലീം സൗം ബാലാപരമേശ്വര്यै നമഃ. ഓം ഐം ക്ലീം സൗം ബാലാപരമേശ്വര്यै നമഃ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 108 ഏലയ്ക്ക ഒരു കുഞ്ഞു പാത്രത്തിൽ നമ്മൾ എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് മനസ്സ് നമ്മളിങ്ങനെ ഇരിക്കാനായി ഒരു ഷീറ്റൊക്കെ വിരിച്ച് ശമ്പരമടിഞ്ഞിരിക്കാം, കസേരയിലിരിക്കാം, അവനവൻ്റെ യുക്തിക്കനുസരിച്ച്. ഇരിക്കുമ്പോൾ നിവർന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശമ്പരമടിഞ്ഞിരുന്നാൽ ഉത്തമം. അതിന് പറ്റാത്തവർ നമ്മുടെ മനസ്സിന് തോന്നുന്ന രീതിയിൽ ഇരിക്കുക. എന്നിട്ട് ശരിക്കും കുണ്ടലിന ശക്തി ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നതും ധ്യാനിക്കുന്നതും മന്ത്രം ചൊല്ലുന്നതുമൊക്കെ. അപ്പോൾ തീർച്ചയായും നിവർന്നിരുന്നു കൊണ്ട് 108 ഏലയ്ക്ക കയ്യിലിരിക്കുകയാണ്. അതിങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചു, ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോ ഏലയ്ക്കയായി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ബാലാപരമേശ്വരി അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക. ആ രൂപം ഇവിടെ ചിത്രമായി കൊടുക്കാം. ആ ചിത്രം കണ്ടിട്ട് ആ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക. അതിനുശേഷം നമ്മൾ മനസ്സിലിങ്ങനെ ഓം ഐം ക്ലീം സൗം ബാലാപരമേശ്വര്यै നമഃ അങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞു. ആ ഏലയ്ക്ക എടുത്ത് നമ്മൾ താഴോട്ട് വെച്ചു, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് വെച്ചു. വീണ്ടും അടുത്തതെടുത്തു. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പാത്രത്തിലെ മുഴുവൻ ഏലയ്ക്കയും 108 എണ്ണവും ഭക്തിപൂർവ്വം ഓം ഐം ക്ലീം സൗം ബാലാപരമേശ്വര്यै നമഃ. ഓം ഐം ക്ലീം സൗം ബാലാപരമേശ്വര്यै നമഃ. അങ്ങനെ 108 എണ്ണവും ചെയ്ത് ഇങ്ങനെ ഓരോ പ്രാവശ്യമായി എണ്ണി 108 എണ്ണവും ഒരു പാത്രത്തിലേക്ക് വച്ചിട്ട് ഇത് അടച്ച് പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം നമ്മൾ അർച്ചന ചെയ്യുന്നില്ല, എണ്ണാൻ മാത്രം എടുത്തതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നാളെയും അടുപ്പിച്ച് 18 ദിവസം ചൊല്ലാമെന്നാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ അടുപ്പിച്ച് 18 ദിവസം. അതിനു മുമ്പ് അമ്മയോട് പറയണം, അമ്മേ ബാലാപരമേശ്വരി അമ്മേ, ഞാൻ 18 ദിവസം അടുപ്പിച്ച് ഞാൻ അമ്മയുടെ മന്ത്രം ബാലാപരമേശ്വരി മന്ത്രം 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അമ്മ എനിക്ക് അനുഗ്രഹം തരണം. വിളക്ക് കൊളുത്തി ഉപചാരപൂർവ്വം ഒന്നും ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. ഞാൻ അമ്മയെ മനസ്സിൽ വിളക്ക് കൊളുത്തിയിട്ട് അമ്മയെ ഞാൻ ധ്യാനിച്ചുകൊണ്ട് 108 പ്രാവശ്യം ഈ ഏലയ്ക്ക കൊണ്ട് തെറ്റാതെ എണ്ണി ഞാൻ ചൊല്ലിത്തീർക്കുകയാണ്. അമ്മ എനിക്കതിന് അനുവാദം തരണം. മുഴുവൻ ചൊല്ലിക്കഴിയുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ആരതിയും നടത്തും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളും ഞാൻ സങ്കല്പിച്ച് വച്ചിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. എൻ്റെ സാഹചര്യമുള്ളവർ അല്പം കൽക്കണ്ടമോ അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാരയോ ഒരിത്തിരി നെയ്യ് കൂട്ടി വെച്ചാൽ വളരെ ഉത്തമം. അത് നിങ്ങളുടെ മനസ്സ് പോലെ അത് വെച്ചുകൊണ്ട് തുടങ്ങുക. വിളക്ക് കൊളുത്തി വയ്ക്കണമെന്നൊരു നിർബന്ധവുമില്ല. കാരണം വിളക്ക് കെട്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കണ്ണടച്ച് മനസ്സിൽ ആ അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓം ഐം ക്ലീം സൗം ബാലാപരമേശ്വര്यै നമഃ. ഓം ഐം ക്ലീം സൗം ബാലാപരമേശ്വര്यै നമഃ. അങ്ങനെ 108 ഏലയ്ക്കയും എണ്ണി വേറൊരു പാത്രത്തിലേക്ക് വച്ചു. 108 എണ്ണം എണ്ണിക്കഴിഞ്ഞു. മനസ്സുകൊണ്ട് അമ്മയെ നമസ്കരിച്ചു. അതിനുശേഷം ആരതി കൊടുത്തു. അമ്മയെ എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഇന്ന് അമ്മ നല്ലതുപോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. നാളെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. ഈ പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം അമ്മ നിവേദ്യമായി സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അമ്മയെ തൊട്ട് വണങ്ങി മനസ്സിലിങ്ങനെ അന്ന് ഇരിക്കുന്ന ഭൂമിയുടെ അവിടെ ഒന്ന് തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഈ ഇലയ്ക്ക് എടുത്ത് വയ്ക്കുക. വീണ്ടും അപ്പം രാവിലെ പറ്റിയാൽ രാവിലെയും വൈകുന്നേരവുമാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം. രാവിലെയും വൈകുന്നേരം സാധിച്ചില്ലെങ്കിൽ പോലും ഒരു നേരം ഉറങ്ങുന്നതിന് മുമ്പ് കയ്യും കാലും മുഖമൊക്കെ കഴുകി വന്ന് സന്ധ്യാനാമം ചൊല്ലി കഴിയുമ്പോൾ ഇത് ചൊല്ലിയാൽ ഏറ്റവും പുണ്യമാണ്. അത് കുട്ടികൾ മാത്രം ചെയ്യണമെന്നില്ല, ആർക്കും ചൊല്ലാം. അമ്മമാരും അച്ഛന്മാർ രക്ഷിതാക്കൾ ചൊല്ലുന്നത് കേട്ട് മക്കൾക്കും അത് ശീലമാകും. 108 ഏലയ്ക്ക കൊണ്ട് ഒരാൾ ചൊല്ലുന്നു, മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്നു. അങ്ങനെയും നമുക്കിത് ചെയ്യാം. തീർച്ചയായും ഇത്തിരി കൂടുതലായി എന്ന് വിചാരിക്കേണ്ട. ഒരാളിങ്ങനെ ഓം ഐം ക്ലീം സൗം ബാല പരമേശ്വര്യൈ നമഃ, അപ്പം മറ്റവരെല്ലാവരും കൂടെ ഏറ്റു ചൊല്ലുകയാണ് ഓം ഐം ക്ലീം സൗം ബാല പരമേശ്വര്യൈ നമഃ. നമ്മൾ ചെല്ലുമ്പോൾ മാത്രം ഇലയ്ക്ക് എടുത്ത് മാറ്റുക. അവർ ചെല്ലുമ്പോൾ അവരൊരു പ്രാവശ്യമല്ലേ ചെല്ലുന്നുള്ളൂ, അപ്പോൾ ഒരു പ്രാവശ്യത്തിൻ്റെ കണക്ക് തന്നെ കൂട്ടിയാൽ മതി. നമ്മൾ 108 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോഴാണ് 108 പൂർത്തിയാവുക. അവർ ചെല്ലുമ്പോഴും അവർക്കും 108ൻ്റെ ഫലം തന്നെ കിട്ടും. പക്ഷെ എല്ലാവരും ഇലയ്ക്ക് എടുത്ത് ചെല്ലണമെന്നില്ല. അല്ല, ഇനി എല്ലാവരും ഓരോരുത്തരായി ഇലയ്ക്ക് എടുത്ത്, പക്ഷെ അത്രയും ഇലയ്ക്ക് പിന്നെ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ തന്നെ 108 ഇലയ്ക്ക് എണ്ണ എടുത്ത് വെച്ചുകൊണ്ട് അത് പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിന് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഏലയ്ക്ക എന്ന് പറയുന്ന എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ലക്ഷ്മി കടാക്ഷമുള്ളതാണ്, വളരെ അനുഗ്രഹം തരുന്നതാണ്. അപ്പോൾ ഏലയ്ക്ക എടുത്ത് എണ്ണി നാമം ചൊല്ലുന്നതിന് ശേഷം അത് വീണ്ടും എടുത്ത് പൂജാമുറിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. എല്ലാ ദിവസവും ഇത് തന്നെ ഉപയോഗിക്കാം. കാരണം അർച്ചനയല്ല ചെയ്യുന്നത്. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായി, നല്ല ഓർമ്മശക്തി കിട്ടി, കാര്യങ്ങളൊക്കെ ഭംഗിയായി ഓരോന്നും അറിവുണ്ടായി, അറിവ് തിരിച്ചറിവായി പ്രയോഗിക്കാനുള്ള കഴിവിന് വേണ്ടി ബാലാപരമേശ്വരി അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.